കോയമ്പത്തൂരാണ് വന്നിരിക്കുന്നത്. കോയമ്പത്തൂർ നമ്മുടെ വണ്ടിക്ക് ഒരു ആൻഡ്രോയിഡ് സെറ്റും പിന്നെ ഒരു DVR ഇതെല്ലാം കൂടെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഇതായിട്ട് നമ്മൾ കോയമ്പത്തൂർ വന്നിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ടൊമാറ്റോ ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് സെറ്റ് കയറ്റുന്നതിൻ്റെ എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും കോയമ്പത്തൂർ വന്ന് അപ്പോൾ വണ്ടിക്ക് നമുക്ക് ഇത് കമ്പനി വന്ന സെറ്റാണിത്. അപ്പോൾ അത് മാറ്റി നമ്മളിപ്പോൾ ഒരു ആൻഡ്രോയിഡ് സെറ്റ് ചെയ്യുന്നതാണ്. ആൻഡ്രോയിഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂർ വന്നത് കട. അപ്പോൾ ഇതാണ് കട, നമ്മൾ ചെയ്യുന്ന കട ഇതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് വന്നിരിക്കുന്നത്. ഷോപ്പിൻ്റെ അകത്തെ വീഡിയോസാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ വണ്ടിക്കകത്തെ ഇതാണ് ഇത് നമ്മൾ സെറ്റ് വെച്ച് കഴിയുമ്പോഴുള്ള ഇത് നമ്മൾ വെക്കുന്ന സെറ്റ് ഞാൻ കാണിക്കാമേ. സെറ്റ് നമ്മൾ വെക്കുന്ന സെറ്റ് ഇതാണ്. അത് ആൻഡ്രോയിഡ് സീരിയൽ നമ്മളിതാണ് വെക്കുന്നത്. ഈ ഷോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉക്കിടത്ത് വന്ന് ഇറങ്ങിയിട്ട് നെഹ്റു സ്റ്റേഡിയം എന്ന് പറയും. അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ദൂരം. കടയുടെ പേര് 3K കാർ അക്സസറീസ് എന്നാണ് ഈ ഷോപ്പിൻ്റെ ഇത്. അത് സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ കയറി വരുമ്പോൾ തന്നെ 3K അന്വേഷിച്ചാൽ മതി. 3K കാർ അക്സസറീസ് അവിടെയാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളിത് ചുറ്റും ഒത്തിരി കാർ അക്സസറീസ് ഇത് വിൽക്കുന്ന കടകളുണ്ട്. അപ്പോൾ അവിടെ എല്ലാം കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഈ 3Kയിൽ വന്നത്. അപ്പോൾ 3Kയിലാണ് നമ്മൾ വണ്ടി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വണ്ടി ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും വണ്ടി ആ സെറ്റ് മാറ്റുന്നത് ഇതെല്ലാം കൂടി ചേർത്തുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ അവർ പഴയ സെറ്റ് നമ്മുടെ കമ്പനി വന്ന സെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കമ്പി അതിൻ്റെ ഒരു ഹോളുണ്ട്. ആ ഹോളിലേക്ക് ഈ 2 കമ്പി ആദ്യം കയറ്റും. 2 സൈഡിലും കയറ്റിയിട്ട് അത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രസ് ചെയ്ത് അങ്ങ് കയറ്റി വെക്കും. അതുപോലെ തന്നെ അതിൻ്റെ 4 കഴുത്തി അതേലുള്ളത്. അപ്പോൾ ആ 4 സൈഡിൽ അവർ അതുപോലെ തന്നെ കമ്പി വെക്കും. ഈ 2 ഇതാവും. അത് വെച്ചിട്ട് അവർ നേരെ പുറകോട്ട് വലിച്ചെടുത്തിട്ടാണ് വലിക്കുമ്പോഴത്തേന് ഈ സെറ്റ് നേരെ വെളിയിലോട്ട് പോരും. വെളിയിലോട്ട് പോന്നു കഴിഞ്ഞ് പിന്നെ ആ ഫ്രെയിമും എല്ലാം ഊരി മാറ്റി കഴിഞ്ഞാണ് പിന്നെ നമ്മൾ അതിൻ്റെ അകത്തൊരു ഇതുണ്ട്, അതഴിച്ച് മാറ്റും. ഈ സെറ്റ് കയറിയിരുന്ന ആ ഫ്രെയിമുണ്ട്, ആ ഫ്രെയിം ഊരി മാറ്റിയിട്ട് മേളിൽ ഇരിക്കുന്നുണ്ടോ ആ സെറ്റിന് വെക്കാൻ പറ്റിയ ഫ്രെയിമാണ്. നമ്മുടെ ആ കറക്റ്റ് അളവിന് അവിടെ കയറുകയും ചെയ്യും, തള്ളിയും നിൽക്കത്തില്ല, കറക്റ്റായിട്ട് സീറ്റാകും. അപ്പോൾ അതിനുള്ള ആ ഫ്രെയിമാണ് ആ ഡാഷായിരിക്കുന്നത്. ഇപ്പോൾ സെറ്റ് ഊരി വെളിയിലോട്ട് വന്ന് അതെല്ലാം ഊരി മാറ്റി ഇങ്ങനെ ഇപ്പോൾ എല്ലാം പ്ലഗ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. മറ്റേ സെറ്റ് എന്നുള്ള കണക്ഷനെല്ലാം അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ പുതിയ സെറ്റ് അതിലോട്ട് കയറ്റിക്കൊണ്ട് ഈ ക്ലാമ്പുണ്ടോ ഇത് സെറ്റെല്ലാം കണക്ഷനും എല്ലാം കയറ്റി വെക്കുകയാണ്. കട്ട് ചെയ്തതല്ല, ഇതെല്ലാം പ്ലഗ്ഗാണ്. ഇത് ചുമ്മാ ഊരി കളഞ്ഞിട്ട് നമ്മുടെ പഴയ സെറ്റേലെ അത് ഊരി കണക്ഷൻ പിടിപ്പിച്ചിട്ട് നേരെ ഇതിൻ്റെ കണക്ഷൻ നേരെ കണക്ട് ചെയ്യുന്നു. അതിലേക്ക് കണക്ഷൻ അപ്പോൾ പവറും എല്ലാം വന്ന് ഇനി അവർ നേരെ അത് കണക്ട് ചെയ്യുന്നു. ഇവരുടെ ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ സംസാരിക്കുക അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് അവരുടെ സൗണ്ടും കാര്യങ്ങളും ഒന്നും വെക്കാതെ അവരുടെ ഫേസും കാണിക്കാതെ അവർക്കതിൽ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കിഷ്ടമില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഫേസൊന്നും കാണിക്കാതെ ആ സെറ്റ് ഉരുന്ന ഭാഗങ്ങൾ മാത്രമായിട്ട് നമ്മളെടുത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് സെറ്റ് പ്ലേ ആയി, പക്ഷേ നമ്മൾ ആ സൗണ്ട് കേൾപ്പിക്കാതെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, കോപ്പി റൈറ്റ് വരുന്നുള്ള പേടി കൊണ്ടാണ്. അങ്ങനെ പല നേരത്തെ വീഡിയോയ്ക്കകത്ത് നമുക്ക് ഒത്തിരി അങ്ങനെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറേ വീഡിയോകളൊക്കെ കളയേണ്ടൊക്കെ വന്നിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ആ സൗണ്ട് കേൾപ്പിക്കാതെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ ഡാഷ് ക്യാം കയറ്റണം, അതിൻ്റെ പരിപാടികളും ഇത് ഫിറ്റ് ചെയ്ത് തീർന്ന ഉടനെ തന്നെ അടുത്തതിന് ഡാഷ് ക്യാമിൻ്റെ പണിയിലേക്ക് തുടങ്ങും.
ക്യാമിൻ്റെ പണിയിലേക്ക് തുടങ്ങും. അവർ ഡാഷ് ക്യാം വലിക്കാൻ തുടങ്ങി. ഡാഷ് ക്യാം വലിച്ച് ഫ്രണ്ട് ക്യാമറ, അത് ഫ്രണ്ട് ക്യാമറ നമ്മുടെ മിററിൻ്റെ, അതായത് ഫ്രണ്ടിലെ ഗ്ലാസ്സിൽ തന്നെ അത് വരും. പിന്നെ ബാക്കിൽ ഒരെണ്ണം വരും. അങ്ങനെ 2 ഇതാണ്. ഞാൻ ഫ്രണ്ടും ബാക്കും മാത്രമേ എടുത്തുള്ളൂ. ആൻഡ്രോയിഡ് സെറ്റ് എടുത്ത് പിന്നെ ഒരു ക്യാമറ, ഇവിടെ ഒരു ഇത് ഡാഷ് ക്യാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ വരുന്നത്. കവറിങ് ഡാഷ് ക്യാം ഇത് ബ്ലൂ പങ്കിൻ്റെയാണ്. ഡാഷ് ക്യാം ബ്ലൂ പങ്കിൻ്റെ ഡാഷ് ക്യാമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ആൻഡ്രോയിഡ് സെറ്റ് ഇതിൻ്റെയാണ് ആൻഡ്രോയിഡ് സെറ്റ് വരുന്നത്. അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് നമ്മൾ നമ്മുടെ വണ്ടിയെ കയറ്റിയിരിക്കുന്നത്. ആൻഡ്രോയിഡ് സെറ്റ് വരുന്നത് ഡയമണ്ടിൻ്റെയാണ്. ഡയമണ്ടാണ് നമ്മൾ കയറ്റിയിരിക്കുന്നത് ആൻഡ്രോയിഡ് സെറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ വണ്ടിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വണ്ടിയെ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വണ്ടിയായിട്ടുള്ള അതായത് ആൻഡ്രോയിഡ് സെറ്റിൻ്റെ ഒരു റിവ്യൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.